ഓക്കെ, അപ്പൊ അടുത്ത നമ്മള് പഠിക്കാൻ പോകുന്ന ലിക്വിഡിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയാം. എന്താ പറയാ? സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്ന കുറെ എക്സാമ്പിൾസ് ഉണ്ട് സർഫസ് ടെൻഷന്. ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താ പറയാ, ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഈ വെള്ളത്തിന്റെ പൊക്കത്തൂടെ പോണത് കണ്ടിട്ടില്ലേ? അതൊരു എക്സാമ്പിളാ. പിന്നെ പറയാനാണെങ്കിൽ നമ്മള് ഇപ്പോ ബ്ലേഡ് ഇല്ലേ, ബ്ലേഡ് നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ബ്ലേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബ്ലേഡ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ പറയാനാണെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ചേമ്പില, വാഴ അങ്ങനത്തെ ഇതിലൊക്കെ ഇല്ലേ വെള്ളത്തുള്ളികൾ വന്ന് കിടക്കത്തില്ലേ, അതൊക്കെ എല്ലാം എന്ത് പ്രോപ്പർട്ടിയാ? സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് ജസ്റ്റ് എക്സാമ്പിൾ. ആ റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. ഇപ്പൊ ഞാൻ ഒരു ബീക്കർ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കാം, ഇതിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഞാൻ ഓരോ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്ത്, ഇവിടെ ഒരു ഡ്രോപ്പ്, ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ കൺസിഡർ ചെയ്ത്, ഇവിടെ ഒരെണ്ണത്തിനെ കൺസിഡർ ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണത്തിനെ കൺസിഡർ ചെയ്ത്. ഓക്കെ, 3 സ്പോട്ടിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഓരോ ഡ്രോപ്പാണ്, ആ ഒരു ലിക്വിഡ്, ആ ഒരു ഇപ്പൊ പാത്രത്തിൽ ഞാനിപ്പോ ഇതിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കുറെ ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ ഓരോ ഡ്രോപ്പാണ് ഞാനിപ്പോ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇനി ഓരോ ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് നോക്കിക്കേ, ഇതിന്റെ ഉള്ളില്, ഈ ലിക്വിഡ് ഡ്രോപ്പിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഡ്രോപ്പ് ഞാൻ ഇത് പോയിന്റ് എ, ഇത് ബി, ഇത് സി എന്നും പറഞ്ഞ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റിലുള്ള ഫോഴ്സ് എങ്ങനെയും ഈക്വൽ ആയിട്ട് എല്ലാ ഡയറക്ഷൻസിലേക്കും ആക്ട് ചെയ്യും. മനസ്സിലായോ? ഇവിടെ കുറെ ഡ്രോപ്പ് ഉണ്ട്, ഞാനിപ്പോ ഒരെണ്ണം മാത്രമേ കൺസിഡർ ചെയ്തേക്കണം. അപ്പൊ ഇതിലുള്ള ഫോഴ്സ് ഈക്വൽ ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്തായി മാറും? 0 ആയി മാറും. ഓക്കെ, ഇനി ഇവിടത്തെ കേസ് നോക്കിക്കേ. ഇവിടത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്വേർഡ് ഫോഴ്സ് ആണോ ഡൗൺവേർഡ് ഫോഴ്സ് ആണോ കൂടുതൽ? അതായത് ഇവിടെ വരെ വെള്ളം ഉള്ളൂ, ഈ സെന്ററിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെയുള്ള എല്ലായിടത്തെയും ഡ്രോപ്ലെറ്റ്സിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സ് എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി നിങ്ങൾ ഞാൻ വരച്ചേക്കണത് നോക്കിയാൽ മതി. ഇപ്പൊ ഇത് കണ്ടത്, ഇത് ഞാൻ ഇവിടെയാണ് കൊടുത്തേക്കണത്, സർഫസിന്റെ അടുത്തായിട്ടാണ് കൊടുത്തേക്കണത്. അപ്പൊ ഈക്വൽ ഫോഴ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഈക്വൽ ഫോഴ്സ്, ഇങ്ങോട്ട് ഒരു 2 സെന്റിമീറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട്, 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 എല്ലാ സ്ഥലത്തേക്കും ആ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഫോഴ്സ് എഫക്ട് ചെയ്യും. ടോട്ടൽ ഫോഴ്സ് 0 ആയിപ്പോ. പക്ഷെ ഇത് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ ഉണ്ടാവും, ഇങ്ങോട്ട് ചിലപ്പോൾ 2 സെന്റിമീറ്റർ ഉണ്ടാവും. 2 സെന്റിമീറ്റർ ആ ലൈനിന്റെ ലെങ്ത് ആണ് ഇപ്പൊ കാണിച്ചേക്കണം, ജസ്റ്റ് പറഞ്ഞു കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഉണ്ടാവും. അപ്വേർഡ് ഫോഴ്സിന്റെ എമൗണ്ട് എങ്ങനെയാ? ഇവിടെ കുറവാണ്, അവിടെ അപ്വേർഡ് ഫോഴ്സ് കുറവാണ്. സോ അവിടെ ഒരു ചെറിയൊരു ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് പറയാം. ഇനി ഇതിന്റെ കേസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? സർഫസിലുള്ള മോളിക്യൂൾസിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? നോക്കിക്കേ, സർഫസിലുള്ള മോളിക്യൂൾസിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വരാ? സർഫസിലുള്ള ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോളിക്യൂളിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവുമോ? അപ്വേർഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വേറെ മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഇതിൽ നിന്ന് ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഇവിടെ അടുത്തടുത്ത് നെയ്ബറിംഗിൽ വേറെ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് ഫോഴ്സ് എഫക്ട് ചെയ്യുന്നത്. അടുത്തടുത്ത് കുറെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും, ടോട്ടൽ ഫോഴ്സ് 0 ആയി മാറും. പക്ഷെ ഇത് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇതിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്വേർഡ് ഫോഴ്സ് പറയാൻ വേണ്ടി ഇവിടെ അടുത്ത് മോളിക്യൂൾ ഒന്നും ഇല്ല. സർഫസിൽ ഇതാണ് ലാസ്റ്റ് മോളിക്യൂൾ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ഇല്ല. അപ്പൊ അവിടെ അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാ? ഇല്ല. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് ഇല്ല. അപ്പൊ ആ ടൈമിൽ ഈ മോളിക്യൂൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർഫസിലുള്ള മോളിക്യൂൾസ്, അപ്പൊ ഇവിടെ മാത്രമല്ല, ഇവിടെ നിറയെ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന് എല്ലാത്തിനും അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവൂ? ഇല്ല. അതിനെല്ലാത്തിനും എന്ത് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ. അതായത് സെന്ററിൽ നിൽക്കുന്ന മോളിക്യൂൾസിന് മാത്രമേ ടോട്ടൽ ഫോഴ്സ് എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആവത്തുള്ളൂ, അതുപോലെ അത് ഈക്വലായി 0 ആയി പോകത്തുള്ളൂ. ഇവിടെ ഈ സർഫസിലുള്ളതിന് മാത്രം, സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസിനും ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അപ്വേർഡ് ഫോഴ്സ് ഇല്ല. ആ ടൈമിൽ ഈ മോളിക്യൂൾസ് എന്തായിട്ട് മാറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് മാറും. ഓക്കെ, അത് കൺട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു സ്ട്രെച്ച്, ഇത്ര ആലോചിച്ചാൽ മതി. അപ്പൊ സർഫസിലുള്ള മോളിക്യൂൾസ് എന്തായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും? ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അത് ഫ്ലോട്ടായി പോവാത്തത്. അതുപോലെ ബ്ലേഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുക? ഫ്ലോട്ടായി കിടക്കുന്നതിന്റെ റീസൺ അതാണ്. അപ്പൊ ആ ഒരു അവിടെ വെച്ചാൽ മിനിമം സർഫസ് ഏരിയ, ഒരു മിനിമം സർഫസ് ഏരിയ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. സർഫസിലുള്ള മോളിക്യൂൾസിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല, ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവും. ഡൗൺവേർഡ് ഫോഴ്സ് അതുപോലെ തന്നെ ഈ മോളിക്യൂൾ ആണെങ്കിൽ സൈഡിലേക്ക് ഫോഴ്സ് ഉണ്ടാവാം. പക്ഷെ അപ്വേർഡ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മോളിക്യൂൾസ് എല്ലാം എന്തായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും? ബിഹേവ് ആസ് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് by virtue of which it behave as a stretched elastic membrane. ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്യും. ഒരു പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. മോളിക്യൂൾ എന്തായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും? സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. എക്സാമ്പിൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. അതൊരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയതുകൊണ്ടല്ലേ ആ ബ്ലേഡ് അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് നിൽക്കും. അതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ എന്താണെന്ന് മനസ്സിലായില്ല. 3 മോളിക്യൂൾസിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്ത് പറയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, സെന്ററിലുള്ളതിന് എല്ലാ ഡയറക്ഷനിലും മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് പല പല മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട്
അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ വേറെ മോളിക്യൂൾസ് ഒന്നുമില്ല. സോ അപ്വേർഡ് ഫോഴ്സ് വരത്തില്ല. മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുള്ളൂ. മോളിക്യൂൾ ഇല്ല. അതുകൊണ്ട് സർഫസ് എന്തായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും? ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്ന് പറയാം. സർഫസ് ടെൻഷൻ കിട്ടിയാ? ഓക്കെ, ഇനി നമ്മൾ ഇതോടെ പറഞ്ഞിട്ട് നോട്ട് ചെയ്യാൻ പറയാം. ഇനി സർഫസ് എനർജി എന്നാ പറയാം. സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്യും. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനർജി. എന്ത്? എനർജി ഓൺ ദ സർഫസ് ഓഫ് ദ, ആ ഒരു സർഫസിൽ ഉണ്ടാവുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് സർഫസ് എനർജി. സർഫസ് ടെൻഷൻ മനസ്സിലായില്ലേ? അപ്പൊ ആ സർഫസിൽ മാത്രം ഉണ്ടാവുന്ന എനർജി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർഫസ് എനർജി എന്ന് പറയും. സർഫസ് ടെൻഷൻ എന്താണെന്ന് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് പറയാം. സർഫസ് ടെൻഷൻ, താഴത്തെ മോളിക്യൂൾസ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വേറെ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, എന്തായാലും പറയണമെന്ന് ഓർത്താ പറയാം. ഇപ്പൊ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടിട്ടില്ലേ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്തുകൊണ്ടാണ് സ്പെരിക്കൽ ഷേപ്പിലിരിക്കണത്? ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്പെരിക്കൽ ഷേപ്പിലായിരിക്കണം. അതിന്റെ റീസൺ എന്ത് തന്നെ? ഇത് തന്നെയാ റീസൺ. അതായത് സർഫസിലുള്ളത് എന്തായിരിക്കും? സർഫസിലുള്ള മോളിക്യൂൾസിന് എന്തുണ്ടാവില്ല? ഒരു ഡ്രോപ്പ്, ലിക്വിഡ് ഡ്രോപ്പ് സ്പെരിക്കൽ ആയിട്ട്. ഇതൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സ് സ്പെരിക്കൽ ഷേപ്പിലിരിക്കുന്നത്? ആ ലിക്വിഡ് ഡ്രോപ്പിന് സ്പെരിക്കൽ, ചെറിയ 2 ഡ്രോപ്സും കൺസിഡർ ചെയ്യുക. വലിയ ഡ്രോപ്സും കൺസിഡർ ചെയ്യുക, ചെറിയ ഡ്രോപ്പും കൺസിഡർ ചെയ്യുക. വലിയ ഡ്രോപ്പ് പെർഫെക്റ്റ്ലി സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും? ഇല്ല. ചെറിയ ഡ്രോപ്പ് മാത്രമാണ് എന്ത് വരിക? സ്പെരിക്കൽ ഷേപ്പ് ആയിട്ട് വരിക. അപ്പൊ സ്പെരിക്കൽ ഷേപ്പ് വരാനുള്ള റീസൺ എന്താണ്? ഈ സർഫസ് ടെൻഷൻ തന്നെ. അതായത് ആ സർഫസിൽ, ആ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുറെ മോളിക്യൂൾസ്. ഓക്കെ, സാമിന് ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോ ഇപ്പൊ അത് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് പോയിന്റ് ആയിട്ട് പറയാം. നിങ്ങൾ എഴുതിക്കോ. സർഫസ് ടെൻഷൻ, surface tension, it is a property of a liquid. It is a property of a liquid. It is a property. Sam note എഴുതിക്കോട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവേ. Surface tension, it is a property of a liquid by virtue of which the surface behave as a stretched elastic membrane. The surface behave as a stretched elastic membrane. Stretched elastic membrane with a tendency. Stretched elastic membrane with a tendency to contract. With a tendency to contract. With a tendency to contract so as to have minimum surface area. With a tendency to contract so as to have minimum surface area. Okay. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയാനാണ് ഇവർക്ക് വേണ്ടി. നിങ്ങൾ അത് വായിച്ചോ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചോ. അപ്പോൾ സർഫസ് ടെൻഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിക്വിഡിന്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്ന സർഫസ് ടെൻഷൻ എന്ന് പറയാം. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഏറ്റവും അറിയാവുന്ന എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ബ്ലേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ സംഭവിക്കുക? സാം പറഞ്ഞേ, എന്താ സംഭവിക്കുക? അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻസെക്ട് ഒക്കെ ഈ വാട്ടറിന്റെ സർഫസിൽ കൂടെ പോകുന്നത് കണ്ടിട്ടില്ല? അപ്പൊ അത് ഫ്ലോട്ട് ആയി തന്നെയല്ലേ പോകുന്നത്. അതിന്റെ എല്ലാത്തിന്റെ റീസൺ എന്താ? സർഫസ് ടെൻഷൻ ആണ് അതിന്റെ എല്ലാത്തിന്റെ റീസൺ. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യണേണ്.
ഇപ്പൊ ഒരു ബീക്കർ ഞാൻ കൺസിഡർ ചെയ്ത് ആ ബീക്കറിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഓരോ സ്ഥലത്തായിട്ട് ഓരോ പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പോണേ. ഇതിൽ വെള്ളമുണ്ട്, ഓരോ സ്ഥലത്തായിട്ട് ഓരോ പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പോണേ. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ദിസ് ഇസ് എ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ബി, പിന്നെ സർഫസിലായിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് സി. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോയിന്റിലെ ഇവിടെയുള്ള ഡ്രോപ്പിലെ മോളിക്യൂൾസ് ഈക്വൽ ആയിട്ട് എല്ലായിടത്തേക്കും എന്ത് ചെയ്യും, ഫോഴ്സ് വരും. ഓക്കെ, ഇവിടെ നിറച്ച് മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് അത് ഈക്വലി അട്രാക്റ്റഡ് ആവും. സോ നെറ്റ് ഫോഴ്സ് എന്തായി മാറും, അതിന്റെ 0 ആയി മാറും. എല്ലാ സ്ഥലത്തേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആയി മാറും. ഇനി ഈ ബി ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്ന പോയിന്റ് സർഫസിന്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്വേർഡ് സർഫസ് നോക്കാനാണെങ്കിൽ വേറെ മോളിക്യൂൾസ് ഒന്നുമില്ല. അടുത്തടുത്ത് മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈക്വൽ ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഇതിന്റെ കേസ് നോക്കാനാണെങ്കിൽ ഈ ബി പോയിന്റ് നോക്കാനാണെങ്കിൽ അടുത്ത ടോപ്പ് സർഫസിൽ വേറെ മോളിക്യൂൾ ഒന്നും ഇല്ല. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, പക്ഷെ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ആ ബിയുടെ കേസ് നോക്കാനാണെങ്കിൽ. ഇനി സിയുടെ കേസ് ഞാൻ നോക്കാനാണെങ്കിൽ സി എന്ന് പറയുന്നത് സർഫസിലാണ് നമ്മൾ സി കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ സർഫസിൽ കൺസിഡർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവുമോ, വേറെ മോളിക്യൂൾസ് ഉണ്ടാവും പൊക്കത്ത്? ഇല്ല. അപ്പൊ ഇതിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവില്ല, പകരം ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ സൈഡിലേക്ക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സർഫസിലുള്ള മോളിക്യൂൾസ് എന്തായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും, ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ മെംബ്രെയിൻ ബിഹേവ് ആസ്, അല്ലെങ്കിൽ ദ സർഫസ് ബിഹേവ് ആസ് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ ബ്ലേഡ് ഒക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന റീസൺ മനസ്സിലായ? സർഫസിലുള്ള മോളിക്യൂൾസിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവില്ല, പകരം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ബിഹേവ് ആസ് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഇനി സർഫസ് ടെൻഷനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയണമെങ്കിൽ സർഫസ് ടെൻഷൻ എഫ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എഫ് ബൈ എൽ. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കോട്ടാ. സർഫസ് ടെൻഷൻ എസ് ഈക്വൽ ടു എഫ് ബൈ എൽ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഡയമെൻഷൻ അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താ, എസ് ഈക്വൽ ടു എഫ് ബൈ എൽ. യൂണിറ്റ് എഴുതിക്കേ, യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. ശരിക്കലാവുന്നതല്ലേ? ഇത് കഴിഞ്ഞ് ഞാൻ പറയാം, നോട്ടായിട്ട് എഴുതി തരാം. ഓക്കെ, സർഫസ് ടെൻഷൻ. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ കണ്ട ഇവിടെ ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് അപ്വേർഡ് ഫോഴ്സ് ഇല്ലാതെ വന്ന കാരണം എന്താ? അവിടെ വേറെ മോളിക്യൂൾസ് ഒന്നുമില്ല. സർഫസിൽ ഇപ്പൊ ഇതാണ് സർഫസ് എങ്കിൽ സർഫസിൽ കുറച്ച് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, അപ്വേർഡിൽ മോളിക്യൂൾസ് ഇല്ല. ഒരു അട്രാക്ഷൻ നടക്കാൻ വേണ്ടി അവിടെ മോളിക്യൂൾസ് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ആ ഒരു സർഫസ് എന്തായിട്ട് മാറിയത്, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി അതുപോലെ പറയാനാണെങ്കിൽ ഇപ്പൊ ഈ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഒരു ഫോഴ്സ്, സർഫസ് ടെൻഷൻ എന്ത് ഫോഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നുണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സ് അറിയാം, കൊഹസീവ് ഫോഴ്സും ഉണ്ട്, അഡസീവ് ഫോഴ്സും ഉണ്ട്. ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? കൊഹസീവ് ഫോഴ്സും അഡസീവ് ഫോഴ്സും പഠിച്ചിട്ടില്ല? 8th പഠിച്ചിട്ടുണ്ടല്ലോ? ഇല്ല. അപ്പൊ ശ്രദ്ധിച്ചോ, കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അതായത് ഇപ്പൊ നോക്കിക്കേ, ഇവിടെ അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു പറയാ, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അട്രാക്ഷൻ കാരണമുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയാം. അഡസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പൊ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ്, രണ്ട് സബ്സ്റ്റൻസ് തമ്മിലുള്ള അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ സർഫസ് ടെൻഷന് റീസൺ ആവുന്ന ഫോഴ്സ് ഏതായിരിക്കും? അഡസീവ് ഫോഴ്സ് ആണ്. അല്ല, മോളിക്യൂൾസ്. ഇവിടെ എന്ത് മോളിക്യൂൾ മാത്രമേ വന്നിട്ടുള്ളൂ? വാട്ടർ മോളിക്യൂൾ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇതിന്റെ ഇടയിലും കൊഹസീവ് ഫോഴ്സ് തന്നെയല്ലേ നടക്കുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ മോളിക്യൂൾസ് സെയിം തന്നെയല്ലേ? ഇവിടെ അപ്വേർഡ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സർഫസ് എന്തായിട്ട് മാറിയത്, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്തത്. പക്ഷേ അപ്വേർഡ് ഫോഴ്സ് ഇല്ലെങ്കിലും ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. ആ ഡൗൺവേർഡ് ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്? കൊഹസീവ് ഫോഴ്സ് ആയിരിക്കും. കാരണം ഇവിടെയുള്ള മോളിക്യൂൾസ് എല്ലാം എന്താ, സെയിം സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ അല്ലേ. പക്ഷെ അഡസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാ, ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് തമ്മിൽ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ, അതിപ്പോ ഈ ഫോഴ്സിന്റെ കാര്യത്തിലല്ല, ആ ടേംസ് രണ്ടുമൂന്ന് മനസ്സിലാക്കി വെക്കുക. കൊഹസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ടൈപ്പ്, അഡസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ്. ഇത് പല ടേംസിൽ ഇനിയും പഠിക്കാനുണ്ടാവും. അപ്പൊ അതുകൂടെ എഴുതി വെച്ചോ, കൊഹസീവ് ഫോഴ്സ്. അപ്പോ ഈ വാട്ടർ അതിന്റെ മേളിൽ എയർ ഉണ്ടല്ലോ, അപ്പൊ ആ വാട്ടർ മോളിക്യൂൾസും എയർ മോളിക്യൂൾസും തമ്മിൽ എന്തുകൊണ്ട് ഒരു അഡീഷണൽ ഫോഴ്സ് വരുന്നില്ല? അങ്ങനെ നോക്കണ്ട. നമ്മളിപ്പോ ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, സർഫസിലുള്ള കാര്യങ്ങൾ മാത്രം. അവിടെയുള്ള കോണ്ടാക്ട് പറയുന്നില്ല, അപ്വേർഡ് ഫോഴ്സ് വരുന്നില്ല അവിടെ. മനസ്സിലായോ? കോണ്ടാക്ട് വരുന്ന ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെ ഈ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ഇതിന് റീസൺ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? അതാ നോക്കിയിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിൽ വരുന്ന ഫോഴ്സ്. കോണ്ടാക്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം അതെങ്ങനെയാണ്. ഓക്കെ, എഴുതിക്കോ. അപ്പൊ ഇത്
കൊഹസീവ് ഫോഴ്സ് എഴുതിക്കോ. കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് ഇത് ഏതൊക്കെ ഉള്ളതാ? ഏത് കൊഹസീവ് അഡസീവ് ഒക്കെയാണോ? അത് വേണമെന്നില്ല. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സ്, അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ എന്താന്ന് എഴുതി വെക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ കൊഹസീവ് ഫോഴ്സ് എന്താന്ന് പിന്നെ ആലോചിക്കും. അതുകൊണ്ട് പറഞ്ഞ കൊഹസീവ് ഫോഴ്സ് ഇറ്റ് ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ molecules of same substance. It is a force of attraction between molecules of same substance. Force of attraction between molecules of same substance and adhesive force. Cohesive force, adhesive force. It is a force of attraction between molecules of different substance. It is a force of attraction between molecules of different substance. ഇനി അതിന്റെ താഴെ ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു എന്ത് ഫോഴ്സ് കൊണ്ടാണ് സർഫസ് ടെൻഷൻ വരുന്നത്? കൊഹസീവ് ഫോഴ്സ്. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സ്. ഓക്കെ, അടുത്ത എഴുതിക്കോ. സർഫസ് എനർജി. സർഫസ് എനർജി. സർഫസ് എനർജി. It is the amount of energy. It is the amount of energy. It is the amount of energy stored on the surface of the liquid. It is the amount of energy stored on the surface of the liquid. It is the amount of energy stored on the surface of the liquid. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിക്കോ. സർഫസ് എനർജി is the work done. Surface energy is the work done. It is the work done to increase the area. It is the work done to increase the area. It is the work done to increase the area per unit volume. It is the work done to increase the area per unit volume. Work done by area. Unit joule per meter square. ഇതും കൂടെ എഴുതി വെച്ച ബോക്സിൽ. ഇതൊക്കെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഇതിന്ന് മെയിൻ ആയിട്ട് ചോദിക്കണത് സർഫസ് ടെൻഷൻ, സർഫസ് എനർജി എന്താന്ന് ഇപ്പൊ ഐഡിയ കിട്ടിയല്ല. സർഫസ് ടെൻഷൻ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ S=F/L. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് എനർജി ഓൺ ദ സർഫസ്. ആ ഒരു ലിക്വിഡിന്റെ സർഫസിൽ വരുന്ന എനർജിനെ നമ്മൾ പറയുന്നവരാണ് സർഫസ് എനർജി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ഏരിയ. ഏരിയ കൂട്ടാനായിട്ടുള്ള ഒരു എനർജി. എന്തിനു വേണ്ടിയാണ് ആ സർഫസ് ടെൻഷൻ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ആ ബാക്കിയൊന്ന് വായിച്ച്. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ മെംബ്രെയിൻ ഉള്ള സർഫസ് ബിഹേവ് ആസ് എ stretched elastic membrane with tendency to contract so as to have minimum area. ഒരു ഏരിയ വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് സർഫസ് എനർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ഏരിയ പെർ യൂണിറ്റ് വോളിയം. ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്ക് ഡൺ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സർഫസ് എനർജി എന്ന് പറയാം. ഇതൊരു ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ഇത് ചോദിക്കും. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് വരാം. പിന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കൊടുത്തു. ഇനി അടുത്തത്, അപ്പൊ ഇത് രണ്ടും മനസ്സിലായല്ല? ടെൻഷന്റെ ഇക്വേഷൻ എന്താ? സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താ? S=F/L. എനർജിയുടെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ബൈ ഏരിയ. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ഓക്കെ, ഓക്കെ. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി പറയാൻ വേണ്ടി നമ്മൾ ഒരു എന്താ പറയാ, ഒരു സോപ്പ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. സോപ്പ് സൊല്യൂഷൻ ഇല്ലേ, സോപ്പ് വെള്ളം ഇല്ലേ, അത് കൺസിഡർ ചെയ്യുക. അതിൽ നമ്മളൊരു റെക്ടാങ്കുലർ ഫ്രെയിം ഇങ്ങനെ മുക്കിയിട്ട് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. റെക്ടാങ്കുലർ ഫ്രെയിം എന്തായിരിക്കും?
ബബിള് വരും, അതുപോലെ തന്നെ ഒരു ഫ്രെയിം അവിടെ ഫോം ആകും അല്ലെ, ഒരു തിൻ ഫിലിം ഫോം ആകും. ഞാൻ വേണേ കാണിച്ചു തരാം ഒരു വീഡിയോ. അതെ അതെ അതെ, ഒരു ഫിലിം ഫോം ചെയ്യൂലേ, ആ ബബിൾ ഊതുന്ന സംഭവം ഓർത്താ മതി. വേണമെങ്കിൽ കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുമല്ലോ. ഇതുണ്ട് അല്ല, റെക്റ്റാങ്കുലർ ഫ്രെയിം കിട്ടണമല്ലോ കറക്റ്റ്. അല്ല, അത് നമുക്ക് അത് വെച്ചാണ് നമ്മൾ അതിന്റെ ബേസിലെ റിലേഷൻ ഡിറൈവ് ചെയ്യണത്. അതുകൊണ്ടാണ് നോക്കിക്കോട്ടെ. കണ്ട സോപ്പ് സൊല്യൂഷനിൽ അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം ആണ് കൊണ്ടുവന്ന് ഇടുന്നത്. കണ്ട, അപ്പൊ ഒരു ഫിലിം ഫോം ചെയ്തേക്കണം. ഈ ഫിലിമിന് 2 സർഫസ് ആണുള്ളത്. നമ്മളിപ്പോ ഒരു മിനിറ്റ്, നമ്മളിപ്പോ വാട്ടറിന്റെ കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പറയാൻ വേണ്ടി ഒരു സർഫസ് അല്ലേ ഉണ്ടായിരുന്നുള്ളത്. അപ്പുറത്തെ സർഫസ് നമുക്ക് പറയാൻ പറ്റുമായിരുന്ന? ഇല്ല, ഒരു സർഫസിന്റെ, അതായത് നമുക്ക് ആ ടോപ്പ് ലെയറിലുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ കേസിൽ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഇവൻ പറഞ്ഞ പോലെ ആ ബബിളിന്റെ സംഭവം നോക്കാനാണെങ്കിൽ 2 സർഫസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫ്രെയിം, ഐ മീൻ ആ ഒരു ഫിലിം നമുക്ക് കാണാൻ പറ്റുമല്ലോ. 2 സർഫസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ആലോചിച്ച് വെച്ചേക്കണേ. വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാനില്ല, സിമ്പിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ജസ്റ്റ് കൊണ്ട് ഡിപ്പ് ചെയ്യുക. കഴിഞ്ഞു. അതെ, 2 സൈഡിലും ചരിച്ചു നോക്കണം. 2 സൈഡിലും ചരിച്ചു നോക്കുമ്പോൾ വാട്ടർ വെച്ച് നോക്കുമ്പോൾ കണ്ട നമുക്ക് ഒരു സർഫസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ അപ്പുറവും ഉണ്ട് ഇപ്പുറവും ഉണ്ട്, 2 സർഫസ് ഉണ്ട്. നമുക്കപ്പോൾ ഡിറൈവ് ചെയ്യേണ്ടത് എന്താ? സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ, ഐഡിയ കിട്ടിയില്ലേ? ഇനി സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താ? ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ആയിരുന്നു, ഒരു ഫ്രെയിം ഫോം ചെയ്ത് ആ മൂവ് ചെയ്യണ സംഭവം ഇല്ലേ, അത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഫ്രെയിം ഫോം ചെയ്യുന്നത് പറയാം. ഓക്കെ, സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താ? S=F/L. ഇവിടുത്തെ കേസിൽ വരുമ്പോ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 2 സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലിനെ എങ്ങനെ എടുക്കാം? കറക്റ്റാ, 2L. S=2L എന്നും പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. എഴുതിക്കോ, അത് ഒരു സ്റ്റെപ്പിൽ പറഞ്ഞു പോവാം. എഴുതിക്കോ, അല്ല ഇതല്ല, ഇത് എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ആ പടം വരക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ഞാൻ പറയുന്നത് എഴുതിയാൽ മതി. കൺസിഡേർഡ് എ റെക്ടാങ്കുലർ ഫ്രെയിം which is dipped in a soap solution. A thin film is obtained. ഓക്കെ, അത്രയും മതി. അതും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ മതി. ഇതൊന്നും എഴുതി വെക്കണ്ട, നമുക്ക് ആ ഇക്വേഷനിലേക്ക് എത്തിയാൽ മതി. വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ റഫായിട്ടൊന്ന് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതും ആ വീഡിയോ കാണിച്ചതും തമ്മിലൊരു ലിങ്ക് കിട്ടും. ജസ്റ്റ് ഓക്കെ, ഇത് ഓക്കെ എഴുതി. സാം എഴുതുന്നുണ്ടോ? ആരോൺ എഴുതുന്നുണ്ടോ? അവൻ നീ ഇവിടെ തൊട്ട് നോക്കിക്കോട്ടടാ, ബാക്കി ഡൗട്ട് ഉള്ളത് ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ S=2L. നമ്മളിങ്ങനെ S=F/2L. ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? എനർജിയിലേക്ക്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ സർഫസ് ടെൻഷൻ എഴുതി വെച്ച്. ഇനി നമുക്ക് എനർജിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനർജി എന്താ? വർക്ക് ഡൺ അല്ലേ? അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എക്സ് ആയിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ആ ഒരു ഇതിൽ എക്സ് ആയിട്ട് എടുത്ത്. എഫിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എഫിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ഇവിടെ നിന്ന് S=2L ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ W=S=2L × x. ഇനി 2LX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
2LX എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് ചിന്തിക്കേ. ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 2L ആണ്, ഏരിയ അല്ലെ. ഇപ്പൊ നോക്കിയേ, ഈ റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ ലെങ്ത് എല്ലും അതുപോലെ തന്നെ ബ്രെഡ് എക്സും ആണെങ്കിൽ നമുക്ക് ഏരിയ എൽ ഇൻറ്റു എക്സ് എന്ന് നടക്കില്ലേ. ഇവിടെ രണ്ട് സർഫസ് വന്നേക്കുന്നോണ്ട് ലെങ്ത് നമ്മൾ 2L ആക്കി. അപ്പൊ 2L ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താ? ആ റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ എന്താ? ഏരിയ. അപ്പൊ ഈ തന്നേക്കുന്ന എന്താ? ഏരിയ. അപ്പൊ W is equal to S ഇൻറ്റു സർഫസ് ഏരിയ. ഓക്കെ, ഇനി ഏരിയ എന്ന് എഴുതി. ഈ എസ് എന്താ? ഇവിടെ എഴുതി വെച്ചേക്കുന്ന എസ് എന്താ? സർഫസ് ടെൻഷൻ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? സർഫസ് ടെൻഷൻ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അത്രേ ഉള്ളൂ. സിമ്പിൾ ആ. ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ രണ്ടിന്റെ വേണം, കൺസെപ്റ്റ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം. വേഗം എഴുതിക്കോ. ആ, ഇനി കുറച്ചുണ്ട്. പെട്ടെന്ന് ചാപ്റ്റർ തീർക്കണം, അതുകൊണ്ടാണ്. എനർജി എടുക്കാൻ വേണ്ടി, നമുക്ക് എനർജിയിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ഡൺ. എനർജിയുടെ ജനറൽ ഇക്വേഷൻ തന്നെ എന്താ? ആലോചിക്കും. എനർജിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഡൺ ആണ് നമുക്ക് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി എന്നല്ലേ പറയാ. അപ്പൊ എനർജിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ നമുക്ക് റിലേഷൻ ആണ് വേണ്ടത്. ഈ റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഫ്രെയിമിനെ കൊണ്ട് ഒരു സാവധികം ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ നമുക്ക് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച S ഈക്വൽ ടു F/L. എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇക്വേഷൻ പഠിച്ചു വെച്ചത്? വർക്ക് ഡൺ ബൈ ഏരിയ. മറന്നു പോരുത്. സർഫസ് ടെൻഷൻ രണ്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കും. ഫോഴ്സ് ബൈ ലെങ്ത്, സർഫസ് എനർജി, വർക്ക് ഡൺ ബൈ ഏരിയ. അത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച പറഞ്ഞേ? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്. എന്താ സംഭവിക്കുന്ന? സർഫസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇലാസ്റ്റിക്, സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ബിഹേവ് ചെയ്യും വിത്ത് എ ടെൻഡൻസി ടു കൺട്രാക്ട് സോ ആസ് ടു ഹാവ് മിനിമം ഏരിയ. ഒരു മിനിമം ഏരിയ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കൺട്രാക്റ്റീവ് ടെൻഡൻസി ആയിട്ട് വരും. അതാണ് നമ്മൾ സർഫസ് ടെൻഷൻ പഠിച്ചത്. അതുപോലെ അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? സർഫസ് ടെൻഷൻ പറയുമ്പോൾ നമുക്ക് ഒരു തിന്നായിട്ടുള്ള ഒരു ഫിലിം വേണം, ഒരു മെംബ്രെയിൻ ഫോം ചെയ്യണ്ടേ. അതിന് വേണ്ടി ഒരു സോപ്പ് സൊല്യൂഷനിൽ കൊണ്ട് ഒരു റെക്ടാങ്കുലർ ഫ്രെയിം നമ്മൾ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു തിൻ ഫിലിം നമുക്ക് കിട്ടി. ആ ഫിലിമിന് രണ്ട് സർഫസ് ഉണ്ട്. അപ്പൊ അവിടെ സർഫസ് ടെൻഷൻ ഡെവലപ്പ് ആയെന്ന് മനസ്സിലായല്ല. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ ആണ് S is equal to F/L. പിന്നെ നമ്മൾ ആ ഒരു ഫിലിമിന് രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് നമ്മൾ S equal to F/2L എന്ന് എഴുതി. പിന്നെ നമുക്ക് വേണ്ട ആള് എനർജിയാ. അപ്പൊ എനർജിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, വർക്ക് ഡൺ ആണ് എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ഡണ്ടെ ജനറൽ ഇക്വേഷനിൽ തുടങ്ങാം. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി. സർഫസ് ടെൻഷൻ ഈക്വൽ ടു സർഫസ് എനർജി. അപ്പൊ റിലേഷൻ ഇത് ചോദിക്കും, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. സർഫസ് ടെൻഷൻ എന്താന്ന് ചോദിക്കും, അതിന്റെ സബ് ആയിട്ട് റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട് ഇതിൽ. ബ്രേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് നോട്ട് കൊണ്ടുവന്നാൽ ഓക്കെ, കഴിഞ്ഞില്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് സ്പെരിക്കൽ ഷേപ്പിൽ ഇരിക്കുക. അപ്പൊ എഴുതിക്കോ, വൈ ലിക്വിഡ് ഡ്രോപ്സ് ഹാവ് സ്പെരിക്കൽ ഷേപ്പ്. ഏരിയ കൂട്ടണം തന്നെ. ഇത് റീസൺ പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാൻ. 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ ആണ് റീസൺ. ഓക്കെ, spherical shape. Small drop ata. Why do small liquid drops have spherical shape? അല്ലെങ്കിൽ reason for spherical shape of liquid drop അങ്ങനെ എഴുതിയാൽ reason for spherical shape of liquid drop. അപ്പൊ ഇതും അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്താ? ലിക്വിഡ് ഡ്രോപ്പിന് എന്തുകൊണ്ടാണ് ആ സ്പെരിക്കൽ ഷേപ്പ് കിട്ടിയത്, അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഞാൻ കൺസിഡർ ചെയ്ത് ആ ഡ്രോപ്പിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ടെൻഷനുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഈ പറയുന്ന സർഫസ് ടെൻഷൻ തന്നെ റീസൺ, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി ഞാൻ കണക്ട് ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്ത് ഡ്രോപ്പിന്റെ ഉള്ളിൽ എന്തുണ്ടാവും?
കുറെ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ, കുറെ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്ത് വന്നിരിക്കുന്നത്, ഒരു ഡ്രോപ്പ് ആയിരിക്കുന്നത്. അപ്പൊ കുറെ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസിന്റെ ഏറ്റവും ഉള്ളിലുള്ളത്, അതായത് ഏറ്റവും ഇന്നർ സർഫസിലുള്ള മോളിക്യൂൾസിന്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? ഈക്വൽ ആയിട്ട് കൊഹസീവ് ഫോഴ്സ് ആണോ അതിന്റെ ഉള്ളിലുള്ള കൊഹസീവ് ഫോഴ്സ്? ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള ഇന്നർ മോളിക്യൂൾസിന്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിട്ടല്ലേ എഫക്ട് ചെയ്യുള്ളൂ. കാരണം ഈക്വൽ ആയിട്ട്, കാരണം അടുത്തടുത്ത് കുറെ മോളിക്യൂൾസ് ഉണ്ട്, അപ്പൊ ഈക്വൽ ആയിട്ടായിരിക്കും അതിന്റെ ഫോഴ്സ് വരാം. സോ നെറ്റ് ഫോഴ്സ് 0 ആയി പോയി. ഇനി ആ വാട്ടർ മോളിക്യൂൾസിന്റെ ആ ഒരു എന്താ പറയാ, ആ ലിക്വിഡ് ഡ്രോപ്പിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? സർഫസിലുള്ള മോളിക്യൂൾസിന് വേറെ മോളിക്യൂൾസിനായിട്ട് അധികം കോണ്ടാക്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എല്ലാ സർഫസും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മോളിക്യൂളിന്റെ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ എല്ലാ സർഫസിലെ മോളിക്യൂൾസ് എല്ലാം എങ്ങനെയായിരിക്കും? അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവുമോ അതിന്? ഇല്ല. അപ്വേർഡ് ഫോഴ്സ് ഇല്ലാത്തപ്പോഴത്തേക്കോ സർഫസ് മോളിക്യൂൾസ് എങ്ങനെയായിട്ടിരിക്കാൻ തുടങ്ങും? സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ഇരിക്കാൻ തുടങ്ങും. അപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് എന്ത് ഷേപ്പ് വരും? ഒരു സ്പെരിക്കൽ ഷേപ്പ് കിട്ടും. ഇത്രയും പറഞ്ഞാൽ മതി. ലിക്വിഡിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് എങ്ങനെയായിരിക്കും? ആ ഒരു ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന്റെ ഫോഴ്സ് ഈക്വൽ ഇൻ ഓൾ ഡിറക്ഷൻ ആയിരിക്കും. പക്ഷെ സർഫസിലുള്ള മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? അതിന് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവില്ല, ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സർഫസിലുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? അപ്പൊ ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് എല്ലാം കൂടെ എന്താവും? ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് അത് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ആ ഡ്രോപ്ലെറ്റ് എന്തായിട്ട് വരുന്നത്? സ്പെരിക്കൽ ഷേപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ ആണ് ഈ ഡ്രോപ്ലെറ്റിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ട് ബിഗ് ഡ്രോപ്ലെറ്റ്സിന് ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് കിട്ടുന്നില്ല? എന്തുകൊണ്ടായിരിക്കും? മോളിക്യൂൾസ് കൂടുതലാവുന്ന മാത്രമല്ല, അവിടെ വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റ്. ചെറിയ ഡ്രോപ്പ് ആവുമ്പോഴത്തേക്ക് അതിന് ഗ്രാവിറ്റിയുടെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, ഗ്രാവിറ്റി നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരായിരിക്കും? സർഫസ് ടെൻഷൻ. ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ തന്നെയായിരിക്കും സൈസ് ഡിറ്റർമൈൻ ചെയ്യുക. പക്ഷെ വലിയ മോളിക്യൂൾ ആയി കഴിയുമ്പോഴത്തേക്കും അതിന് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരും. മോളിക്യൂൾ വലുതല്ലേ, മോളിക്യൂൾ അല്ല സോറി ഡ്രോപ്പ് വലുതാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ഡ്രോപ്പ് വന്നിപ്പോ നമ്മൾ എന്താ പറയാ, ചേമ്പിന്റെ ഇലയില്ലേ, അതൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരു ഡ്രോപ്പ് വന്ന് വീഴാണെന്ന് വിചാരിക്കുക. ചെറിയ ഡ്രോപ്പ് ആണെങ്കിലല്ലേ അത് ഈ സ്പെരിക്കൽ ഷേപ്പിൽ ഇരിക്കുള്ളൂ. ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടിയ നമ്മൾ ഇടുന്നത് ചെറിയ, ഇപ്പൊ ഞാനിപ്പോ ഇതിൽ നിന്ന് ഇപ്പൊ എടുത്ത് ഒരു ഡ്രോപ്പ് ഇട്ട് കാണിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട് ഞാൻ കാണിക്കുവാണെങ്കിൽ, ഇവിടെ ഇടുവാണെങ്കിൽ ചെറിയൊരു ഡ്രോപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലായിരിക്കും അത് സ്പെരിക്കൽ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ കാണാൻ പറ്റുക. പക്ഷെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കിടക്കൂ. കാണിച്ചു തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലായ എന്തുകൊണ്ടാ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റിന്റെ പറഞ്ഞുതരാവേ. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടതാണ്, മനസ്സിലായല്ലോ, അത് മതി. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു ഡ്രോപ്ലെറ്റ് എടുക്കാന്ന് വിചാരിക്കാം. ഞാനിപ്പോ ഈ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാനൊരു ചെറിയ ഡ്രോപ്പ് എന്റെ കയ്യിലേക്ക് ഇട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ഡ്രോപ്പ് ഞാനൊരു ബുക്കിലേക്ക് ഇട്ട്, എന്ത് ഷേപ്പ് ആയിരിക്കും ആ ഒരു ഡ്രോപ്പിന് ഉണ്ടാവുക? നിങ്ങൾ വെള്ളം എടുത്തിട്ട് നോക്കാറുള്ളതല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കി, എന്ത് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക? ചെറിയൊരു സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും. പക്ഷെ ഞാൻ കുറെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ബുക്ക് നനഞ്ഞു പോകും, അത്രേ ഉണ്ടാവുള്ളൂ. സ്പെരിക്കൽ ഷേപ്പിലൊക്കെ കിടക്കണമെന്നുണ്ടാ? ഇല്ല. അപ്പൊ ചെറിയ മോളിക്യൂൾ ആവുമ്പോ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലായില്ല. ചെറിയൊരു ഡ്രോപ്പ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള ഇന്നർ മോളിക്യൂൾസിന്റെ ഫോഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യും. പക്ഷെ ആ ഡ്രോപ്പിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് വന്ന് വീണ് കഴിയുമ്പോൾ അതിന്റെ സർഫസിൽ, ഇപ്പൊ ഡ്രോപ്പ് വന്ന് വീണ് കഴിയുമ്പോൾ അതിന്റെ സർഫസ് ഇല്ലേ, ആ സർഫസിലുള്ള മോളിക്യൂൾസിന് വേറെ മോളിക്യൂൾസ് ആയിട്ട് കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ല. അപ്വേർഡ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഡൗൺവേർഡ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ. അപ്പൊ അത് എന്ത് ചെയ്യും? സർഫസ് മോളിക്യൂൾസ് എല്ലാം കൂടെ, അതാണ് വന്ന് വീണ് കഴിഞ്ഞിട്ട് ആ സർഫസ് മോളിക്യൂൾസ് എല്ലാം കൂടെ എന്താവാൻ തുടങ്ങും? സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആകാൻ തുടങ്ങും. അപ്പൊ ആ മോളിക്യൂളിന് എന്ത് ഷേപ്പ് കിട്ടും? സ്പെരിക്കൽ ഷേപ്പ് കിട്ടും. ചേമ്പിലൊക്കെ വന്ന് വീണ, ഇപ്പൊ നമ്മൾ ബുക്കിൽ കാണിക്കുന്നതല്ല, കറക്റ്റ് പറയാനാണെങ്കിൽ ഈ ചേമ്പിന്റെ ഇലയിലൊക്കെ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയ ഡ്രോപ്ലെറ്റ്സ് വന്ന് വീഴത്തില്ല. അതാണ് പെർഫെക്റ്റ് എക്സാമ്പിള്. അതാണ് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ. അത് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് കണ്ട കറക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാ, നമ്മൾ മുത്തിരിക്കത്തില്ലേ, അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ അതിന് റീസൺ എന്താന്ന് മനസ്സിലായി. ഈ സർഫസ് ടെൻഷൻ കാരണമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വരുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ നേരെ തിരിച്ച് നമ്മളിപ്പോ വലിയ ഡ്രോപ്പാണ് അതിൽ വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും? ഇല്ല. അപ്പൊ അതിനും റീസൺ മനസ്സിലാക്കുക. അവിടെ വലിയ ഡ്രോപ്പ് വരുമ്പോഴത്തേക്കും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് അവിടെ വരും. സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സർഫസ് ടെൻഷൻ അല്ല. പക്ഷെ ചെറിയ ഡ്രോപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താ? സർഫസ് ടെൻഷൻ ആണ് ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് റീസൺ ആയിട്ട് എഴുതിക്കോ. ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പ്, inside the liquid drop molecules are pulled in equal direction. Inside the liquid drops molecules are pulled in equal direction. Equal direction അത് പുൾ ചെയ്യുന്നു, അതായത് ഫോഴ്സ് ഈക്വൽ ഡയറക്ഷനിലായിരിക്കും. Inside the liquid drop molecules are pulled in equal direction at the surface
അപ്പൊ സർഫസില് ഉള്ളില് എല്ലാം ഈക്വൽ ഡയറക്ഷൻ ആയിരിക്കും, പക്ഷെ അറ്റ് ദ സർഫസിൽ എന്താ സംഭവിക്കുക? സർഫസിലുള്ള മോളിക്യൂൾസ് എങ്ങോട്ട് മാത്രമേ വരുള്ളൂ? പുൾഡ് ഓൺലി ഇൻ അപ്വേർഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ എഴുതിക്കോ, അറ്റ് ദ സർഫസ് molecules are pulled downward or sideway, downward or sideway, not upward. Not upward. So the surface molecule, so the surface molecule, so the surface molecule have extra energy. So the surface molecule have extra energy. So the surface molecule have extra energy and behave as a എന്തായിട്ട് behave ചെയ്യാൻ തുടങ്ങുന്നത്? Elastic membrane. So the surface molecules have extra energy and behave as a stretched elastic membrane. Behave as a stretched elastic membrane. This is the reason of spherical shape of liquid drop. അത് എഴുതണമെന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതല്ലേ. This is the reason of spherical shape of liquid drop. ഇനി അടുത്തത് എഴുതിക്കോ. Why എഴുതണം, കുറച്ച് എഴുതണം. Why big drop of molecule, why big drop of molecule is not spherical in shape. ഈ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും കേട്ടോ. റീസൺ ഓഫ് എന്താ പറയാ സ്പെരിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് വരും ഇതിൽ. അല്ലെങ്കിൽ നമുക്കിപ്പോ സർഫസ് ടെൻഷൻ എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് എഴുതി വെക്കാം. ഇനി ഇപ്പൊ എന്താ എഴുതിയത്? വൈ ബിഗ് ഡ്രോപ്പ് ഓഫ് മോളിക്യൂൾ ഈസ് നോട്ട് സ്പെരിക്കൽ ഇൻ ഷേപ്പ്. This is because gravity determines the shape of the liquid. Gravity determines the shape of the liquid. Shape of the drop. But gravity determines the shape of the drop. Gravity determines the shape of the drop and get flattened. Gravity determines the shape of the drop and get flattened. But in the case of small drop, but in the case of small drop, but in the case of small drop, effect of gravity is negligible. Effect of gravity is negligible. Effect of gravity is negligible. And the surface tension determine shape. And the surface tension determine shape. And the surface tension determines shape. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാത്തത് അറിയോ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കാണാറില്ല പൊതുവെ. ഇത് അല്ലെങ്കിൽ കാപ്പിലറി റൈസ്, പിന്നെ നമ്മുടെ എന്താ പറയാ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ ബെർണോളിസ് തിയറം, വെഞ്ചുറി മീറ്റർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുക. വെഞ്ചുറി മീറ്റർ വരാൻ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. ബെർണോളിസ് തിയറം ചോദിക്കും, പിന്നെ എക്സസ് പ്രഷർ. ഇതാണ് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ. ബെർണോളിസും ഇതും നന്നായിട്ട് നോക്കുക, എന്തായാലും വരും. ഈ ചാപ്റ്റർ ഒന്നും വിട്ടിട്ട് പോരുത് കേട്ടോ എക്സാമിന്. വലിയ ചാപ്റ്റർ ആണെന്ന് മനസ്സിലായില്ലേ, കുറെ ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ്. എന്താണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്? എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ് എന്താ പറയുന്നത്? ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവുന്നത്? എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ്, ഒരു ഡ്രോപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എക്സസ് പ്രഷർ കമ്പയർഡ് ടു ഔട്ട്വേർഡ് പ്രഷർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ്. ഇപ്പൊ നമ്മൾ സ്പെരിക്കൽ ഡ്രോപ്പ്, ഒരു ഡ്രോപ്പ് എങ്ങനെയാ സ്പെരിക്കൽ ഷേപ്പ് ആവുന്നതെന്ന് മനസ്സിലായില്ലേ? ഡ്രോപ്പ് എങ്ങനെ, ഡ്രോപ്പിന് വിമലെ വേഗം കയറ്,
ഒരു ഡ്രോപ്പിന് എങ്ങനെയാണ് സ്പെരിക്കൽ ഷേപ്പ് കിട്ടുന്നത് നമുക്ക് മനസ്സിലായി. ഇനി പഠിക്കാൻ പോകുന്ന എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ്, ഒരു ഡ്രോപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എക്സസ് പ്രഷർ. അപ്പൊ എഴുതിക്കോ, ഇറ്റ് ഈസ് എക്സസ് പ്രഷർ, ഇറ്റ് ഈസ് എക്സസ് പ്രഷർ, it is the excess pressure inside a curved liquid surface. It is the excess pressure inside a curved liquid surface compared to the outward pressure. It is the excess pressure inside a curved liquid surface compared to the outward pressure. It is the excess pressure inside a curved liquid surface compared to the outward pressure. So, consider a liquid drop of radius r. Okay. അപ്പൊ നമ്മളിപ്പോ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്, അതായത് ഔട്ട്സൈഡ് ദ സർഫസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലിക്വിഡിന്റെ സർഫസിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ട് ഉണ്ടാവുന്ന പ്രഷർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം, കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കാം എന്തൊക്കെയാ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന ഒരു സ്പെരിക്കൽ ഡ്രോപ്പിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു സ്പെരിക്കൽ ഡ്രോപ്പ് കൺസിഡർ ചെയ്യാല്ല, ഒരു സ്പെരിക്കൽ ഡ്രോപ്പ് കൺസിഡർ ചെയ്ത് അതിന്റെ റേഡിയസ് ഞാൻ 6 ആയിട്ട് എഴുതി വെച്ച്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ എക്സസ് പ്രഷർ ആണ്. അപ്പൊ ഉള്ളിലും ഒരു പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പുറത്തും ഒരു പ്രഷർ ഉണ്ട്. ലെറ്റ് പി ഐ ബി ദ പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് സർഫസ്. ഓക്കെ, ഇനി പി ഐ അതുപോലെ പി നോട്ട് ഞാൻ പ്രഷർ ഔട്ട്സൈഡ് ദ സർഫസ് ആയിട്ടും കൺസിഡർ ചെയ്ത്. രണ്ട് പ്രഷർ ഉണ്ടാവുമല്ലോ, ഉള്ളിലും ഉണ്ട് ഔട്ട്സൈഡും ഉണ്ട്. അപ്പൊ പി ഐനെ ഞാൻ പ്രഷർ ഇൻസൈഡ് ദ സർഫസും പി നോട്ടിനെ ഞാൻ പ്രഷർ ഔട്ട്സൈഡ് ദ സർഫസും കൺസിഡർ ചെയ്ത്. പ്രഷർ ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി നോട്ട്. ഇതാണ് നമ്മൾ പ്രഷർ ഡിഫറൻസ് എന്ന് പറയും. ഈ പ്രഷർ ഡിഫറൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സസ് പ്രഷർ എത്രത്തോളം വന്നിട്ടുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് പുറത്ത് ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ പുറത്തും ഒരു പ്രഷർ ഉണ്ട്. അപ്പൊ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി നോട്ട് എന്ന് എഴുതി. ഇനി ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ഈ ഒരു ലിക്വിഡ് ഒന്ന് എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങും. ഓക്കെ, പ്രഷർ ഡിഫറൻസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ലിക്വിഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഒന്ന് ചെറുതായിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ വരച്ച് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഇൻക്രീസ് ആയി, ഡെൽറ്റ ആർ ആയിട്ട് മാറി. ചെറിയൊരു ഇൻക്രീസ് റേഡിയസിൽ വന്നു. പ്രഷർ ഡിഫറൻസ് എന്തായത് കൊണ്ട് ആ ലിക്വിഡ് എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് വലുതായി എന്ന് വിചാരിക്കുക. ഒരു ലിക്വിഡ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുക, അതിന്റെ റേഡിയസ് 6 ആയിരുന്നു. പ്രഷർ ഡിഫറൻസ് കാരണം അത് കുറച്ചുകൂടെ ഒന്ന് വലുതായി എന്ന് വിചാരിക്കുക. അതിന്റെ റേഡിയസ് ഡെൽറ്റ ആർ ആയി. നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളം ഉണ്ടായി? അതിന് ഡെൽറ്റ ആർ. അപ്പൊ എഫ് ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് എഴുതി. ഇനി ഫോഴ്സ് എഴുതണം നമുക്ക്. ഫോഴ്സ് എങ്ങനെയാ? ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറിന്റെ ടേംസിൽ പറയാനാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടി എ ഇൻറ്റു ഡെൽറ്റ ആർ. പി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് എത്രയാ വന്നിരിക്കുന്നത്? പി ഐ മൈനസ് പി നോട്ട്. അപ്പൊ പി ഐ മൈനസ് പി നോട്ട് ഇൻറ്റു ഏരിയ. ഏരിയ എന്താ? ഏരിയ ഇത് എന്ത് ഷേപ്പാ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്പെരിക്കൽ ഷേപ്പാ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താ? 4πr². ഓക്കെ, അപ്പൊ 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഡൺ. ഇത് അവിടെ നിൽക്കട്ടെ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ഇവിടെ വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാന്ന് നോക്കിക്കേ. എന്താ ചെയ്തേക്കുന്നത്? എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പാ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്പെരിക്കൽ ഡ്രോപ്പ് കൺസിഡർ ചെയ്തു, അതിന്റെ റേഡിയസ് 6. എക്സസ് പ്രഷർ എന്ന് പറയുമ്പോൾ ഉള്ളിലും ഒരു പ്രഷർ ഉണ്ട്, പുറത്തും ഒരു പ്രഷർ ഉണ്ട്. പി ഐനെ നമ്മൾ എന്തായിട്ട് എടുത്തത്? പി ഐ ബി ദ പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് പി നോട്ട് ബി ദ പ്രഷർ ഔട്ട്സൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പ്. ഇതിന്റെ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി നോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പി ഐ മൈനസ് പി നോട്ട് എന്ന് എഴുതി. വർക്ക് ഡൺ. ജനറൽ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത്. ഫോഴ്സിനെ പ്രഷറിന്റെ ടേംസിലേക്ക് മാറ്റി കഴിയുമ്പോൾ എഫ് ബൈ എ, പിന്നെ എന്ത് ചെയ്ത് എഫിന്റെ പ്ലേസിൽ പി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്ര ആക്കി വെച്ച്. ഓക്കെ, സർഫസ് ഏരിയ സ്ഫിയറിന്റെ ഏരിയ അല്ലേ പറഞ്ഞേക്കണത്? സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ? അപ്പൊ 4πr². ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ഇനി വാ. അപ്പൊ നമ്മൾ അത്ര എത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സർഫസ് ഏരിയ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്തല്ലോ, അപ്പൊ സർഫസ് ഏരിയക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവില്ലേ? സാധാരണ ഇപ്പൊ ഈ ഒരു ഔട്ടർ സർഫസ് കൺസിഡർ ചെയ്യാതെ ഇതിന്റെ സർഫസ് ഏരിയ എന്താ?
4πr². ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ടോട്ടൽ ഫിഗറിന്റെ സർഫസ് ഏരിയ എന്തായി? 4π, ആറിന്റെ പ്ലേസിൽ എന്തായി? r പ്ലസ് ഡെൽറ്റ ആർ ആയി. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4π r പ്ലസ് ഡെൽറ്റ ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് 4π r². എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവില്ലേ? ഇപ്പൊ ലെങ്ത് ഇപ്പൊ 2 സെന്റിമീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി 3 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി 3 - 2 ചെയ്യില്ലേ? അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഫിഗർ ഈ ഒരു സ്ഫിയർ ആയിരുന്നു, അതിന്റെ സർഫസ് ഏരിയ 4πr². പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4π ഇൻറ്റു ആറിന്റെ പ്ലേസിൽ അവിടെ എന്ത് വന്നു? ടോട്ടൽ റേഡിയസ് എന്താ ഈ ഫിഗറിന്റെ? ഈ നമ്മൾ പുതിയതായിട്ട് വരച്ചേക്കുന്ന സർഫസിന്റെ റേഡിയസ് എന്തായി? r പ്ലസ് ഡെൽറ്റ ആർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? r പ്ലസ് ഡെൽറ്റ ആർ ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഓപ്പൺ ചെയ്യാം. 4π ഇൻറ്റു r² പ്ലസ് 2r ഡെൽറ്റ ആർ പ്ലസ് ഡെൽറ്റ r² മൈനസ് 4πr². ഓക്കെ, ഇതിൽ നിന്ന് 4π നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 4π ഇൻറ്റു r² പ്ലസ് 2r ഡെൽറ്റ ആർ r² മൈനസ് r². ഓക്കെ, ഈ r² ക്യാൻസൽ ചെയ്ത് ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക, അത് കൺസിഡർ ചെയ്യണ്ട. ഇനി ഫുള്ള് നെഗ്ലക്റ്റിംഗ് കേൾക്കാം. അതെ, ഇനി ബാക്കിയുള്ള എന്താ വന്നേക്കുന്നത്? 4π ഇൻറ്റു ബാക്കി ഇവിടെ എന്താ വന്നേക്കുന്നത്? 2r ഇൻറ്റു 4 ഇൻറ്റു 2 8. അപ്പൊ എന്ത് വന്ന്? 8π r ഡെൽറ്റ ആർ. ഇതാണ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ കിട്ടിയിരിക്കുന്നത്. ഇത്ര ഒന്ന് എഴുതിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിലേഷനിലേക്ക് എത്തിക്കുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താന്ന് നോക്കിക്കേ, കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ എന്ന് പറയുന്നത് PI മൈനസ് P0. ഈ ക്വാണ്ടിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PI മൈനസ് P0 വേഗം എഴുതിക്കും. ഇത് പഠിച്ചിട്ട് പോണോട്ടോ ഇന്ന് ഇത്രയും ടോപ്പിക്. സർഫസ് ടെൻഷൻ, അതുപോലെ തന്നെ സർഫസ് എനർജി, റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി, എക്സസ് പ്രഷർ. ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉള്ളൂ, കാപ്പിലറി. അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക്. പക്ഷെ ഇന്ന് നമ്മൾ കുറെ ടോപ്പിക് എടുത്തില്ലേ? ഇപ്പൊ തന്നെ എടുത്തില്ലേ കുറച്ച്? എന്നാലും പക്ഷെ കണ്ട ഇന്നെന്താ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അധികം പേരില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി കാപ്പിലാരിറ്റിയും കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലായി. ഇതിന്റെ റിവിഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. ഫീൽ ചെയ്യാതെ തന്നെ പക്ഷെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേടാ, ഓൺലൈനിൽ ഇരിക്കുന്നവര്. അവന്തിക സാം ചോദിക്കണേ, ആരോൺ ചോദിക്കട്ടെ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ ആർ ചെറുതാണ്, അതുകൊണ്ടാണ് അതിനെ നെഗ്ലക്ട് ചെയ്യണം. എന്നാലും ചെറുതായിരിക്കും, ഇത്ര കുഞ്ഞായിട്ടാ എക്സ്റ്റെൻഡ് ചെയ്യും. ഏതാണ്? അതെ, ഡെൽറ്റ ആറിനെ കളഞ്ഞിട്ടില്ലല്ലോ വിമലയൻ. ഡെൽറ്റ ആർ സ്ക്വയർ ആണ് നമ്മൾ കളഞ്ഞത്. 2r into delta 2r
നോക്ക് ഇവിടെ നമുക്ക് ടേം നെഗ്ലക്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. നോക്കിയ 2r ഇൻറ്റു ഡെൽറ്റ ആർ എടുത്തുമ്പോ r തന്നെ വലുതാണ്. അപ്പൊ 2r ഇൻറ്റു ഡെൽറ്റ ആർ എടുത്തുമ്പോ ക്വാണ്ടിറ്റി പിന്നെയും വലുതായി. പക്ഷെ മറ്റേതെന്ന് പറയുമ്പോ അതിനൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല ചെറുതാ, അതുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഡെൽറ്റ ആർ ഭയങ്കര ചെറുതായിട്ട് ഏത് ഇവിടെ അപ്പുറത്തെ സൈഡ് ഡെൽറ്റ ആർ ഇങ്ങനെ കളയരുത്, ഈ ടേമിനെയാണ് ഞാൻ കളഞ്ഞത്. അങ്ങനെ കളഞ്ഞതിനെ പറ്റി തെറ്റില്ലേ? ആ തെറ്റ് കഴിഞ്ഞ ഇത് വേഗം എഴുത്. കഴിഞ്ഞ സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയി. ഇത് പക്ഷെ സ്റ്റെപ്പ് ഇതിപ്പോ കാണുമ്പോ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നണില്ല, ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ പാടാണെന്നല്ല, ഇത് എഴുതി പഠിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ സ്റ്റെപ്സ് മറന്നുപോകും. ചിലപ്പോ ഇതൊക്കെ ഓർമ്മയുണ്ടാവും. ഇവിടെ എങ്ങനെയാ വന്നത്, സ്പെരിക്കൽ ഡ്രോപ്പ് ആകുമ്പോൾ വരച്ചു വെക്കണം, റേഡിയസ് കൺസിഡർ ചെയ്യണം, ഇൻസൈഡ് പ്രഷർ ഔട്ട്സൈഡ് പ്രഷർ അതൊക്കെ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. വർക്ക് ഡൺ വരെ ചിലപ്പോൾ എത്താം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചിന്തിക്കുകയേ ഇല്ല. സർഫസ് ഏരിയ എന്തിനെടുക്കണം, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, സർഫസ് ഏരിയ എക്സ്പാൻഡ് ആയിട്ടുണ്ടെന്ന് ഓക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും അത് എന്തിനെടുക്കണം എന്ന് ചിന്തിക്കൂല. അതുകൊണ്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണോ മറന്നു പോകുന്നത് ആ കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിൽ കണ്ട, ഇതൊന്നും പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോഴ്സിനെ ഇൻ ടേംസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആകെ ഇവിടെ വർക്ക് ഡൺ ആണ് എടുക്കേണ്ടത്, ആ കാര്യം മാത്രം ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ അടുത്തത് ഇവിടെ സർഫസ് ഏരിയയിൽ തുടങ്ങണം, ആ കാര്യം മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത് കഴിഞ്ഞില്ലേ? അതും കഴിഞ്ഞല്ലേ? ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇവിടെ നമുക്കിപ്പോ വർക്ക് ഡണ്ണും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി സർഫസ് ടെൻഷനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സർഫസ് ടെൻഷൻ ഈക്വൽ ടു നമ്മുടെ കയ്യിലുള്ളത് വർക്ക് ഡണ്ണും ഉണ്ട്, എന്തുകൊണ്ട് സർഫസ് ഏരിയ ഉണ്ട് അല്ലെ? അപ്പൊ സർഫസ് ടെൻഷനെ നമുക്ക് ഇങ്ങനെ എഴുതാല്ല, വർക്ക് ഡൺ ബൈ സർഫസ് ഏരിയ. ഓക്കെ, ഇനി നമുക്ക് സർഫസ് ടെൻഷൻ ഈക്വൽ ടു എന്താന്നാ നമ്മൾ പഠിച്ചത്, സർഫസ് എനർജി അല്ലേ? അപ്പൊ എനിക്ക് ഇതിന് പകരം വേണമെങ്കിൽ എന്ത് കൊടുക്കാം, സർഫസ് ടെൻഷൻ എന്ന് കൊടുത്തൂടെ? സർഫസ് ടെൻഷൻ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ സർഫസ് ഏരിയ. നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സർഫസ് ടെൻഷൻ എനർജി ഒന്നും അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സസ് പ്രഷർ പി ഐ മൈനസ് പി നോട്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വർക്ക് ഡൺ ഇക്വേഷനിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി പി ഐ മൈനസ് പി നോട്ട് ഇൻറ്റു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. ഇതിൽ നിന്നുള്ള ഈ പി ഐ മൈനസ് പി നോട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇക്വേഷനെ മാറ്റി എഴുതണാണ്. വർക്ക് ഡൺ ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ഏരിയ. വർക്ക് ഡണ്ണിന്റെ വാല്യൂ നമുക്കറിയാം, പി ഐ മൈനസ് പി നോട്ട് ഇൻറ്റു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ എത്ര കിട്ടിയേക്കുന്ന ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ 8πr ഇൻറ്റു ഡെൽറ്റ ആർ. ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? പി ഐ മൈനസ് പി നോട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പി ഐ മൈനസ് പി നോട്ട് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു 8πr ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തോളാം. ഡെൽറ്റ ആർ പോയി, പൈ കട്ടായി, 2 ആയി, 6 ആയി. സോറി, അപ്പൊ എന്ത് വന്ന് പി ഐ മൈനസ് പി നോട്ട് ഈക്വൽ ടു 2s/r. കണ്ടായി? സർ എസ് ടി കിട്ടും. സർഫസ് ടെൻഷൻ നമ്മൾ എസ് വെച്ചല്ലേ ഡിനോട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പൊ 2s/r കണ്ട, ഇത്രയും ചെറിയൊരു ഡെറിവേഷനിലേക്കാണ് എത്തിയത്. പി ഐ മൈനസ് പി നോട്ട് ഈക്വൽ ടു 2s/r. ചെയ്യാനുള്ള സ്റ്റെപ്സ് കുറച്ചുണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു ഡെറിവേഷനിലേക്കാണ് എത്തിയത്. പി ഐ മൈനസ് പി നോട്ട് ഈക്വൽ ടു 2s/r. ക്യാപിലാരിറ്റി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും. കുഞ്ഞു ഡെറിവേഷൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. ഇത് ഞങ്ങൾ ഇത്രയും പേരില്ലേ? നിനക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയില്ലേ വന്നതുകൊണ്ട്? എന്നാണ് വിമല ഒന്ന് മര്യാദക്ക് ശ്രദ്ധിച്ചിരിക്കണം, ഒരു കുഴപ്പമില്ല. സത്യം. ആദ്യം വന്ന സമയത്തൊക്കെ
ശനിയാഴ്ച ചാപ്റ്റർ കഴിഞ്ഞല്ലോ, നമുക്ക് അടുത്തത്. അല്ല, ശനിയാഴ്ച ഫിസിക്സ് ആണെന്ന് ചോദിച്ചത്. ഈ ചാപ്റ്റർ ഇന്നത്തോടെ കഴിഞ്ഞു. ഫിസിക്സ് ആണ്. എല്ലാം പഠിപ്പിക്കേണ്ട. ഇല്ലില്ല, ഇന്നിപ്പോ നമ്മൾ തെർമൽ പ്രോപ്പർട്ടിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അപ്പൊ പേരൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ കുഴപ്പമില്ല. പിന്നെ 4 കുഴപ്പമില്ല, ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. എഴുതിയോ ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി ഓർ ക്യാപ്പിലറി റൈസ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്യാപ്പിലാരിറ്റി ഓർ ക്യാപ്പിലറി റൈസ്. എനിക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. आप देख सकते हो कि ये जो हमारा कैपिलरी ट्यूब വീഡിയോ കാണിക്കാൻ നോക്കിട്ട് ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത്. ക്യാപ്പിലറി റൈസ് അരുൺദാസ് ദുബായിലോയി. ഇവിടെ ആദ്യം ഞാൻ കഴിഞ്ഞിട്ട് പറയാം. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പറയാം. മിസ് കേൾക്കുന്നത് ഇതാണ് ക്യാപ്പിലറി റൈസ് എന്ന് പറയാം. റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ് ത്രൂ എ നാരോ ക്യാപ്പിലറി ട്യൂബ്. ഒരു ട്യൂബിൽ കൂടെ വെള്ളം കയറുക ഇറങ്ങുക, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്പിലറി റൈസ് എന്ന് പറയും, അല്ലെ ക്യാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ് ത്രൂ എ നാരോ ട്യൂബ്. ഇങ്ങനെ നിൽക്കണം കേട്ടാ. അവർ ഫസ്റ്റ് കാണിച്ച കണ്ടീഷൻ കണ്ട, അത് തെറ്റാ. ഇത് ഇങ്ങനെ നിൽക്കണം, പൊങ്ങി നിൽക്കണം കറക്റ്റ് ആയിട്ട്. ഇതിൽ കണ്ട ഇതല്ല, ഇതിനെയാണ് നമ്മൾ ക്യാപ്പിലറി റൈസ് എന്ന് പറയും. ഇതിനെ നമുക്ക് ഇത് ക്യാപ്പിലറി റൈസ് എന്ന് പറയാൻ പറ്റില്ല. അതെ, ഇത് കണ്ട ഇങ്ങനെ നിൽക്കണം. അതായത് നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു ബീക്കറിൽ വെള്ളം വെച്ചിട്ട് നമ്മളൊരു ട്യൂബ് വെച്ചേക്കണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പൊങ്ങി ഇവിടെ വരെ വരണം. ഇത് എന്താ പറയാ, നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടോ ക്യാപ്പിലറി റൈസ് ഇത് ഫോള്? ഇല്ല. ഫിസിക്സ് കൂടുതൽ എടുക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒക്കെ. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ലിക്വിഡിന്റെ ഉള്ളിൽ ഈ ട്യൂബ് വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ കയറി പോവാ. ലിക്വിഡ് ഇങ്ങനെ കയറി ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കണായിരിക്കും. അതിന്റെ ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ക്യാപ്പിലറി റൈസ് ഓർ ഫോൾ. അപ്പൊ എഴുതിക്കോ, ക്യാപ്പിലാരിറ്റി ഇറ്റ് ഇസ് എ റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ്. It is the rise or fall of a liquid. It is the rise or fall of a liquid through a narrow tube. It is the rise or fall of a liquid through a narrow tube. ചെറിയൊരു ഡെറിവേഷൻ ആണ്, വലിയ കാര്യത്തിലൊന്നുമില്ല. ഞാൻ കാണിച്ച ഫിഗർ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായല്ലോ ഏകദേശം? അത് തന്നെ ഞാൻ വരച്ചു വെച്ചേക്കണത്. അപ്പൊ ലിക്വിഡ് റൈസ് ആകുക. ഇനി ഇവിടെ ഫോം ചെയ്യുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺകേവ് മെനിസ്കസ് എന്ന് പറയും. എന്താ പറയാ? കോൺകേവ് മെനിസ്കസ്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴേ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് ഒരു ട്യൂബ് വെച്ചേക്കാന്ന് വിചാരിക്കാം. നോർമലി അങ്ങനെ പറ്റത്തില്ല, പക്ഷെ അല്ലാതെ ഞാൻ പറയാണ്. ഇപ്പൊ ട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പറയാം. ടൈട്രേഷൻ ചെയ്യുമ്പോ മെനിസ്കസ് ടൈട്രേഷൻ ചെയ്യുമ്പോ മെനിസ്കസ് കണ്ടിട്ടില്ലേ? നമ്മൾ ലോവർ മെനിസ്കസ് അപ്പർ മെനിസ്കസ് നോക്കി റീഡിംഗ് എടുക്കത്തില്ലേ? ലോവർ മെനിസ്കസ് ആണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റ് ആക്കി നമ്മൾ എടുക്കത്തില്ലേ? അപ്പൊ അതാണ് മെനിസ്കസ് എന്ന് പറയാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ ഇതിനെ പറയുന്നത് കോൺകേവ് മെനിസ്കസ്. ഇത് നേരെ തിരിഞ്ഞാണ് നിൽക്കണമെങ്കിൽ എന്ത് പറയും? കോൺവെക്സ് മെനിസ്കസ് എന്ന് പറയും. അപ്പൊ ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റൈസ്, ക്യാപ്പിലറി റൈസ്. എത്രത്തോളം ഈ റൈസ് ലിക്വിഡ് എൻ്റർ ചെയ്ത് റൈസ് ഉണ്ടായി എന്നാ കണ്ടുപിടിക്കേണ്ടത്. എച്ചിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യാപ്പിലറി ഹൈറ്റ് അല്ലെങ്കിൽ റൈസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പിന്റെ ഒരു മെനിസ്കസ് അല്ലേ കാണാൻ പറ്റുന്ന? ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ ഒരു മെനിസ്കസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ കോൺകേവ് മെനിസ്കസ് അല്ലെങ്കിൽ കോൺവെക്സ് മെനിസ്കസ്. അപ്പൊ ഒരു ലിക്വിഡ് ഡ്രോപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഇപ്പൊ പഠിച്ചത് ഞാൻ നോക്കും. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് PI - P0 = 2S/R. 2S/R, അതാണ് ഇക്വേഷൻ പഠിച്ചത് നമ്മൾ.
ഓക്കെ, നമുക്ക് ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ലോവർ മെനിസ്കസ്, ഇത് അപ്പർ മെനിസ്കസ്. സോ അതിനു മുമ്പ് ഒരു ടോപ്പിക്ക് പറയാൻ മറന്നുപോയി. എഴുതി തുടങ്ങിയായിരുന്ന ക്യാപിലറി റൈസ്? ഞാനിപ്പോ സൈഡിൽ ഇവിടെ പറയാൻ പോണത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിലറി റൈസ് കഴിഞ്ഞിട്ട് അത് എഴുതാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഡെറിവേഷൻ ഒന്നും ഇല്ല, അത് പറഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു സോളിഡ് സർഫസും അതുപോലെ ഒരു ലിക്വിഡും തമ്മിൽ കോണ്ടാക്ട് വന്നു, ഒരു ലിക്വിഡ് ഡ്രോപ്പും സോളിഡ് സർഫസും തമ്മിൽ കോണ്ടാക്ട് വന്നു. ഓക്കെ, അപ്പോ ഈ ലിക്വിഡിന്റെ ഇവിടെ നിന്ന് വരക്കുന്ന ഈ ഡ്രോപ്പ്, അതായത് നമ്മളൊരു സർഫസിൽ ഇപ്പൊ വെള്ളം വീണ് കിടക്കത്തില്ലേ, അത് തന്നെ ഞാൻ വരച്ചേക്കുന്നത്. ഒരു സോളിഡ് ഇപ്പൊ ബുക്കിന്റെ പുറത്തൊരു ഡ്രോപ്പ് ലിക്വിഡ് വീണ് കിടക്കാന്ന് വിചാരിക്കാം. ഈ ലിക്വിഡിന്റെ ഈ ഡ്രോപ്പിന്റെ ഈ ടാൻജന്റും അതുപോലെ തന്നെ സോളിഡ് സർഫസിന്റെ ഇതും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മനസ്സിലായ? വേണമെങ്കിൽ അതിന്റെ തന്നെ സൈഡിൽ എഴുതി വെച്ചു ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇതിൽ എന്തായാലും പറയാനുള്ളേ, അപ്പൊ അതോടെ എഴുതി വെച്ചു ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് എഴുതിക്കോ. when a liquid drop comes in contact with a solid surface, when a liquid drop comes in contact with a solid surface, when a liquid drop comes in contact with a solid surface, the angle between the tangent to the liquid surface, the angle between the tangent to the liquid surface, angle between tangent to the liquid surface and the solid surface inside the liquid and the solid surface inside the liquid is called angle of contact. കുഴപ്പമില്ല, ക്യാപിലാരിറ്റി എഴുതുമ്പോൾ വേണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്താലും പ്രശ്നമില്ല, നമുക്ക് അതിൽ എന്തായാലും പറയാനുള്ളതാ. എന്നിട്ട് ഈ ഫിഗർ ഒന്ന് വരച്ചു വെച്ചോട്ടെ. ഇത് അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ആ ലിക്വിഡിന്റെ സർഫസും സോളിഡ് സർഫസും തമ്മിൽ ഇടയിൽ വരുന്ന ഒരു ആംഗിൾ, അതിന് ആ ചെറിയൊരു ആംഗിൾ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഓക്കെ അല്ലേ? നമുക്ക് എഴുതാം. വാ, അപ്പൊ ഇതെന്താ വരച്ചേക്കുന്നത്? ഇത് കോൺകേവ് മെനിസ്കസ്. ആ ലിക്വിഡ് ഡ്രോപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞേക്കുന്ന ഡ്രോപ്പിന്റെ ഇൻസൈഡ് ഉള്ള പ്രഷറാണ് നമ്മൾ പ്രഷറാണ് എഴുതി വെച്ചേക്കുന്നത്, 2s/r എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഇത് ഞാനിങ്ങനെ വരക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് എന്തായി മാറി? ലിക്വിഡ് ഡ്രോപ്പായി മാറിയില്ലേ? പകുതി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, ഇങ്ങനെ വരച്ചുമ്പോൾ ഡ്രോപ്പായി മാറി. ഡ്രോപ്പിന്റെ റേഡിയസ് ഞാൻ എ ആയിട്ട് കൊടുക്കണേന്ന് വിചാരിക്കാം. ഓക്കെ, എ ആയിട്ട് കൊടുക്കണേന്ന് വിചാരിക്കുക. ഇനി ഇത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു ടാൻജന്റ്, ഈ സർഫസും ഇതാണ് ലിക്വിഡ് ഡ്രോപ്പ് എന്ന് വിചാരിക്കുക. ലിക്വിഡ് ഡ്രോപ്പിന് ഒരു ടാൻജന്റ് വരച്ച്, ആ ടാൻജന്റ് ഇതും തമ്മിലുള്ള ആംഗിൾ എന്താ? തീറ്റ. അതാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഒരു വരച്ച ലൈനിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ട്യൂബിന്റെ റേഡിയസ് ആയിട്ട് എനിക്ക് എടുത്തൂടെ? ട്യൂബിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. ട്യൂബിന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്നും പറഞ്ഞ് എടുത്ത്. ഓക്കെ, ആകെ ഇത് മാത്രമേ നോക്കാനുള്ളൂ. ആകെ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. വലിയ ഡെറിവേഷനും അല്ല, ഇത്രയും നോക്കാനുള്ളൂ. ഇനി കോസ് തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ കോസ് തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? കോസ് തീറ്റ ഈക്വൽ ടു A/R. A/R ഇത് നമുക്ക് എങ്ങനെ എഴുതാം? R ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇവിടെ R ൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ള, അതാണ് ഇത് ഇന്ന് പറയാൻ പോണത്. R ഈക്വൽ ടു
എ നമ്മൾ ഇതിന്റെ റേഡിയസ് ആയിട്ട് എടുത്തേക്കണം, മെനിസ്കസിന്റെ റേഡിയസ്. ആറെന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്യൂബിന്റെ റേഡിയസ് ആയിട്ട് എടുത്തേക്കാം. ട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കണല്ലേ, ട്യൂബിന്റെ റേഡിയസ് വരച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് കാണിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇമാജിൻ ചെയ്യാം, ട്യൂബിനും റേഡിയസ് ഉണ്ട്, അതുപോലെ തന്നെ മെനിസ്കസിനും റേഡിയസ് ഉണ്ട്. മെനിസ്കസ് മീൻസ് ലിക്വിഡ് ഡ്രോപ്പിന് ഒരു റേഡിയസ് ഉണ്ട്, ട്യൂബിന് റേഡിയസ് ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. Pi minus P naught equal to 2s by a by cos theta. അപ്പൊ എന്ത് വന്നു, ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞപ്പോ എന്തായി, Pi minus P naught equal to 2s cos theta by a. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, h ആണ് കണ്ടുപിടിക്കേണ്ടത്. h കൊണ്ടുവന്നെങ്കിൽ ഇവിടെ എന്ത് കൊണ്ടുവരണം, Pi minus P, കറക്റ്റാ, Pi minus P naught equal to നമുക്ക് എന്തായിട്ട് എടുക്കാം, h rho g equal to 2s cos theta by a. അപ്പൊ ഇവിടെ നിന്ന് h is equal to എന്ത് വന്ന്, 2s cos theta by a into rho into g. ഇത്രേ ഉള്ളൂ ചാപ്റ്റർ. റോജി എവിടെ നിന്ന് വന്നു, റോജി വിമലല്ലേ പറഞ്ഞു കൊടുത്തേ. റോജി നമ്മൾ മറ്റേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചില്ലേ, പ്രഷർ ഡിഫറൻസിന്റെ ഫോർമുല Pi minus P naught equal to h rho g. അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ മറ്റേതിനെ തമ്മിൽ കണക്ട് ചെയ്ത് പ്രഷർ ഡിഫറൻസ് ഡീപ് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞില്ലേ, ഉണ്ടായിരുന്ന ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ? ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന? അല്ല, അതൊരു ഡെറിവേഷൻ ആണല്ലോ, അത് ഡെറിവേഷൻ പറയേണ്ടി വരും. അത് വേറൊരു ഡെറിവേഷൻ, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ഡെറിവേഷൻ ആണ്. Pi മൈനസ് PA അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയും അതുപോലെ തന്നെ വേറൊരു പ്രഷറിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ഡെറിവേഷൻ, ഫസ്റ്റ് ഡെറിവേഷൻ Pi മൈനസ് P naught equal to h rho g, അല്ലെ വേരിയേഷൻ ഓഫ് ഡെപ്ത്, അതായത് ഡെപ്തിന്റെയും പ്രഷറിന്റെയും തമ്മിൽ റിലേഷൻ കണക്ട് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ എഴുതിയതാണ് ചാപ്റ്ററിന്റെ. അല്ലല്ല, ബുക്കിലുണ്ടാന്ന് വെച്ചത് കാണിക്കാൻ ഉണ്ട്. അത് തന്നെ ആ ഇക്വേഷൻ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം, ഉണ്ട്, മനസ്സിലായി. Is you coming? ഞാൻ നേരത്തെ വിടുമെന്ന് ഓർത്താണ് ഈ പ്ലാൻ ഒക്കെ ചെയ്യണത്. നേരത്തെ വിടുമെന്ന് ഓർത്താണ്. ഞാനൊക്കെ അതിലേക്ക് തുടങ്ങും. അതിനെന്തിനാ പോസ് ചെയ്യണം, നീ എഴുതിക്കും. ഇതിൽ നിന്ന് കൂടുതലും ഡെറിവേഷൻ ആണ് വരാറ്, കാപ്പിലറി റൈസിന്നും അതുപോലെ എക്സസ് പ്രഷർ, ആ രണ്ട് ടോപ്പിക്കിൽ നിന്നും ഡെറിവേഷൻ ആണ് വരാറ്. പ്രോബ്ലം വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യുന്ന ടൈമിൽ ചെയ്യാം. വരാറില്ല, അങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ പറയാൻ പറ്റില്ല. എന്നാലും സർഫസ് ടെൻഷൻ ഇത് വരും, പക്ഷെ ഡയറക്റ്റ് ആയിരിക്കും, എല്ലാം തന്നിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഫോഴ്സ് തന്നിട്ടുണ്ടാവും, വാല്യൂ എല്ലാം തന്നിട്ടുണ്ടാവും, റിലേഷൻ കണക്ട് ചെയ്യണമെങ്കിലും കണക്ട് ചെയ്യാം, വേറെ പ്രശ്നമൊന്നും ആയിരിക്കും തോന്നുന്നു. ലാസ്റ്റേ പറയൂ. എല്ലാം കേവിക്കാം. എല്ലാവർക്കും ടോട്ടൽ ഫുൾ ചാപ്റ്റർ ഉണ്ടോ? 15 ചാപ്റ്റർ. മാർച്ച്
ഏപ്രിൽ അവധിയാണല്ലോ. മെയ് ഇത് കാണും കുറച്ച്. മിസ് ഞങ്ങൾക്ക് ഏപ്രിൽ ഫുൾ ക്ലാസ്, മെയ് അവധി. ഇനി അടുത്ത കഴിഞ്ഞ ഇല്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പതിനഞ്ച് 12th 14 15. ഇതൊക്കെ നോട്ട് പോയിട്ട് വീട്ടിൽ എഴുതണം കേട്ടോ, അതെല്ലാം കറക്റ്റ്. ഞാനത് ഒപ്പിച്ചു പോയി. ആ മതി. എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് റേഡിയസ് ഓഫ് ദ മെനിസ്കസ്. അത് വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എടുക്കണമെങ്കിൽ എടുക്കായിരുന്നു, പക്ഷെ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അങ്ങനെ എടുത്തത്. മെനിസ്കസ് MENESCUS MENI ആ കറക്റ്റാ മെനിസ്കസ്. ഇനി അടുത്തത് ചാപ്റ്ററിന്റെ പേരൊന്നും എഴുതിക്കോ. ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നിർത്തിക്കോട്ടെ, വേറെ ഒന്നും പറയണില്ല. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഹെഡിങ് കൊടുത്ത് വെച്ചാൽ മതി, ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയണമെന്നേ ഉള്ളു. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ഭയങ്കര വലിയ ഡീപ്പായിട്ട് പോകേണ്ട ചാപ്റ്റർ ഒന്നും അല്ല. ഡെറിവേഷൻ ഒന്നും ഇല്ലെന്നല്ല ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ പറഞ്ഞാ ബെർണോളിസ് തിയറോ അല്ലെങ്കിൽ മറ്റേ ബാങ്കിങ് ഓഫ് റോഡ് അങ്ങനത്തെ ഡെറിവേഷൻ ഒന്നും ഇല്ല. ചെറിയ ഡെറിവേഷൻ അത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, എക്സ്പാൻഷൻ സംഭവിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താ? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ്, ടെമ്പറേച്ചർ, അതിനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പൊ ഒരു മാറ്ററിന്റെ ആ ഒരു തെർമൽ എഫക്റ്റ് ആണ് പറയാൻ പോകുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, എക്സ്പാൻഷൻ സംഭവിക്കും. ഇപ്പൊ ഒരു സോളിഡ് കൺസിഡർ ചെയ്ത് അതിലേക്ക് ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സോളിഡിന് എന്ത് എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക, ലീനിയർ എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ചാപ്റ്റർ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ടെമ്പറേച്ചർ, ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ആ സ്കെയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഫാരൻഹീറ്റ് എന്താണ്, അതുപോലെ ഡിഗ്രി സെൽഷ്യസിന്റെ സ്കെയില്, കൺവേർഷൻ, കെൽവിൻ സ്കെയിൽ, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് സെഷൻ അതാ പറയുന്നത്, സ്കെയിലിന്റെ കൺവേർഷൻ, പിന്നെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനത്തെ കാര്യമൊക്കെ കേട്ടില്ലേ? ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, മെൽറ്റിംഗ് പോയിന്റ് കൂടുമ്പോൾ എങ്ങനെ സംഭവിക്കും, പ്രഷർ കുക്കറിലൊക്കെ എന്താ സംഭവിക്കുക, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസിങ്, ഡിക്രീസിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഹില്ലി ഏരിയാസിൽ ബോയിലിംഗ് പോയിന്റ്, അങ്ങനത്തെ റിലേഷൻസ് ആണ് പഠിക്കുക. വലിയ കുഴപ്പമില്ല, കഥ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ചെറിയ ഡെറിവേഷൻ. അടുത്ത ചാപ്റ്ററിലാണ് തെർമോഡൈനാമിക്സ്. എനിക്ക് വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്ററാണ്. കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചതാ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഹീറ്റ്, എൻട്രോപ്പി, എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അതിലും പറയും. പിന്നെ ഇനി 3 ചാപ്റ്റർ കുറച്ച് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് കൈനറ്റിക് തിയറി, അത് കഴിഞ്ഞുള്ള 2 ചാപ്റ്ററാണ് വേറെ കുറച്ച് ഡിഫറെന്റ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തായാലും.